നമസ്കാരം. അടുത്ത വർഷം മുതൽ 10ാം ക്ലാസ് സിലബസ് 25% കുറച്ച് പഠനഭാരം ലഘൂകരിക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ വ്യക്തത കുറവാണ്. ഉള്ളടക്കത്തിൽ മാറ്റം വരുത്താതെ ഇത് സാധ്യമാക്കുമെന്നാണ് അവകാശവാദം. പുസ്തകഭാരമാണ് പ്രതിസന്ധിയെങ്കിൽ അതിൽ കുറെയൊക്കെ സ്കൂളിൽ വയ്ക്കാനുള്ള സംവിധാനം ചില സ്കൂളുകൾ നടപ്പാക്കിയിട്ടുള്ളത് അനുകരിക്കാം. പഠനഭാരമാണ് പ്രശ്നമെങ്കിൽ യഥാർത്ഥ കാരണങ്ങൾ പരിശോധിക്കണം. ഇപ്പോൾ തന്നെ CBSE, ICSE സിലബസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സംസ്ഥാന സിലബസ് ലഘുവാണ്. അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷകളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അവർ പിന്നിലാകുന്നുമുണ്ട്. 25% കുറവ് വിദ്യാർത്ഥികളെ വീണ്ടും ദുർബലരാക്കിയേക്കാം. യഥാർത്ഥ പഠനഭാരത്തിന്റെ കാരണം തിരക്കാതെ പുസ്തകം കീറരുത്. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. 4 മണിക്കൂറോളം നാടിനെ മുൾമുനയിൽ നിർത്തി കൊമ്പന്റെ പരാക്രമം. ഗൗരിനന്ദൻ എന്ന ആനയാണ് തൃപ്രയാർ കിഴക്കേനട രാജവീഥി റോഡിൽ ഇടഞ്ഞോടി വ്യാപക നാശം വരുത്തിയത്. സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഖത്തറിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം സ്വദേശി വലിയകത്ത് വീട്ടിൽ ആഷിഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാത 66 പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. 4 മണിക്കൂറോളം നാടിനെ മുൾമുനയിൽ നിർത്തി കൊമ്പന്റെ പരാക്രമം. ഗൗരിനന്ദൻ എന്ന ആനയാണ് തൃപ്രയാർ കിഴക്കേനട രാജവീഥി റോഡിൽ ഇടഞ്ഞോടി വ്യാപക നാശം വരുത്തിയത്. വീടിന്റെ ഗേറ്റ് തകർത്തു. നിരവധി തെങ്ങുകളും ഇലക്ട്രിക് പോസ്റ്റും മാവും മറിച്ചിട്ടു. ഏറെ പണിപ്പെട്ട് രാവിലെ 7:30 ആനയെ തളച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ലോറിയിൽ എത്തിച്ച് ഒഴിഞ്ഞ പറമ്പിൽ കെട്ടാൻ കൊണ്ടുവന്നപ്പോഴാണ് ആന ഇടഞ്ഞോടിയത്. റോഡിലൂടെ ഓടിയ ആന സമീപത്തെ അലങ്കാര പറമ്പത്ത് സലാമിന്റെ വീടിന്റെ ഗേറ്റ് തകർത്തു. തുടർന്ന് വീടുകളുടെ ഇടയിലൂടെ ഓടിയ ആന കരിമ്പാടത്ത് താമസിക്കുന്ന സുശാന്തിന്റെ ബൈക്ക് തകർത്തു. പുലർച്ചെയായതിനാൽ ആളുകൾ ഉണർന്നിരുന്നില്ല. ഇതിനിടെ സംഭവമറിഞ്ഞവർ ബഹളം വെച്ചതോടെ ആന ഓടി ചെറുപറമ്പ് പ്രദേശത്തെത്തി. അവിടെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ 8 തെങ്ങുകളും സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റും മറിച്ചിട്ടു. പ്രദേശത്തെ ഒരു മാവും തള്ളിയിട്ടു. ഇതിനിടെ പോലീസും എലിഫന്റ് സ്ക്വാഡും സ്ഥലത്തെത്തിയെങ്കിലും ഏറെ പണിപ്പെട്ട് രാവിലെ 7:30 ആനയെ തളച്ചത്. ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ മുന്നോട്ടെടുത്ത ലോറി ആനയുടെ ശരീരത്തിൽ തട്ടിയതോടെയാണ് ഓടിയതെന്നും പറയുന്നു. കഴിഞ്ഞ ദിവസം വയനാട് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയപ്പോഴും ആന ഇടഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. മീഡിയ ടൈം, തൃശൂർ. സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഖത്തറിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. 2012 കാട്ടൂർ സ്വദേശിയായ സ്ത്രീയെ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കയ്പമംഗലം സ്വദേശി വലിയകത്ത് വീട്ടിൽ ആഷിഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി വിദേശത്തേക്ക് കടന്നതിനെ തുടർന്ന് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ഖത്തറിൽ നിന്ന് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പ്രതിയെ തടഞ്ഞുവെച്ച വിവരം ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം എയർപോർട്ടിൽ എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതിയെ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ദേശീയപാത 66 പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 6:45 പെരിഞ്ഞനം സെന്ററിന് സമീപമായിരുന്നു അപകടം. കർണാടകയിൽ നിന്ന് സവാള കയറ്റി എറണാകുളത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി COA മാള മേഖല പതാക ദിനം ആചരിച്ചു. COA മാള മേഖല പ്രസിഡന്റ് PS സുബിതൻ പതാക ഉയർത്തി. ഇന്ന് 30 വർഷം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ കേബിൾ TV വ്യവസായം. 30 വർഷം ഒരു നീണ്ട കാലയളവാണ്. പക്ഷേ എന്നാൽ പോലും 2 കൊല്ലം കൂടുമാണ് നമ്മൾ സംസ്ഥാന സമ്മേളനമായിട്ട് നടത്തുന്നത്. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഇവിടുത്തും ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൃശ്ശൂർ എല്ലാ കേബിൾ TV ഓപ്പറേറ്റർമാരും പതാക ദിനമായി ആചരിച്ചുകൊണ്ട് സെക്രട്ടറി CP പ്രദീപ്, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 10, 11 തീയതികളിൽ തൃപ്രയാറിലാണ് സമ്മേളനം നടക്കുന്നത്. സംസ്ഥാന സമ്മേളനം മുന്നോടിയായിട്ടുള്ള ജില്ലാ സമ്മേളനം, മേഖലാ സമ്മേളനമൊക്കെ നടക്കേണ്ടതുണ്ട്. മേഖലാ സമ്മേളനം തൃശ്ശൂർ ജില്ലയിലെ എല്ലാം പൂർത്തീകരിച്ച് ഇനി
തൃശ്ശൂർ ജില്ലാ സമ്മേളനമാണ്. 10-11 തീയതികളിൽ തൃശ്ശൂർ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് ഫെബ്രുവരി 4-ാം തീയതി പതാക ദിനമായിട്ട് ആചരിക്കുകയാണ്. കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിനെതിരെ CPIM പുല്ലൂറ്റ് ലോക്കൽ കമ്മിറ്റി കരിദിനം ആചരിച്ചു. കോഴിക്കടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥയ്ക്ക് ശേഷം ചാപ്പാറയിൽ നടന്ന പൊതുയോഗം CPIM പുല്ലൂറ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PN വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനപ്രകാരം കേരളം നാളിതുവരെ നേടിയ പുരോഗതി, ആ പുരോഗതി നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ കേന്ദ്രം ഈ നികുതി വിഭജനത്തിൽ ഒരു നീതി കാണിക്കണം. അതുകൂടി ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ബീഹാർ പോലെ ഏറ്റവും മോശമായ രീതിയിൽ സാമ്പത്തിക പ്രവർത്തിക്കുന്ന സാമൂഹിക രംഗത്ത്, ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും കേരളം വളരെ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന പല സംസ്ഥാനങ്ങളും ഉത്തരേന്ത്യയിലുണ്ട്. അതേപോലെയുള്ള സംസ്ഥാനമായി കേരളം മാറണം എന്നാണ് BJP കണക്കാക്കുന്നത്. NS ജയൻ അധ്യക്ഷത വഹിച്ചു. KR നാരായണൻ, M രാജീവ് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ മാണിയംകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. കുതിരയാട്ടം, ദീപാരാധന, തായമ്പക, ഭജൻ, ഗുരുതി തർപ്പണം, പാക്കനാരുടെ തെയ്യം എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 4 മണിക്കൂറോളം നാടിനെ മുൾമുനയിൽ നിർത്തി കൊമ്പന്റെ പരാക്രമം. ഗൗരിനന്ദൻ എന്ന ആനയാണ് തൃപ്രയാർ കിഴക്കേനട രാജവീഥി റോഡിൽ ഇടഞ്ഞോടി വ്യാപക നാശം വരുത്തിയത്. സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഖത്തറിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം സ്വദേശി വലിയകത്ത് വീട്ടിൽ ആഷിഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാത 66 പെരിഞ്ഞിനത്ത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.